ശ്രീ മഹാഭാരതത്തിലെ ഉദ്യോഗപർവത്തിലെ അതിൻ്റെ കാതലായ ഒരു ഭാഗമാണ് വിതുരനീതി അല്ലെങ്കിൽ വിതുരോപദേശം. മനഃശാന്തി നഷ്ടപ്പെട്ട ധൃതരാഷ്ട്രർക്ക് അനുജനും മന്ത്രിയുമായ വിതുരർ പകർന്നു കൊടുക്കുന്ന ഉപദേശ സാരമാണിത്. അതേസമയത്ത് അത് കാലത്തെ അതിജീവിച്ചുകൊണ്ട് മുന്നേറുന്ന അനർഘമായ ജീവിത മൂല്യങ്ങൾ അടങ്ങിയതുമാണ്. അതുകൊണ്ട് അതിലെ വളരെ സുപ്രധാനമായ ശ്ലോകങ്ങൾ എനിക്ക് അത് ഉചിതമായിട്ടും ഇന്നത്തെ കാലത്തും എല്ലാ കാലത്തും പ്രസക്തമാണ് എന്ന് തോന്നിയതുമായ ശ്ലോകങ്ങളെ ഉദ്ധരിക്കുകയാണ്. വിസ്താരഭയം കൊണ്ടാണ് അങ്ങനെ ചുരുക്കി പ്രതിപാദിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടും ക്ഷമ ചോദിച്ചുകൊണ്ടും ഏറ്റവും പ്രധാനമായിട്ട് തോന്നുന്ന മർമ്മപ്രധാനമായിട്ടുള്ള ചില വളരെ ജീവിതഗന്ധിയായ അതേസമയത്ത് വളരെ സാഹിത്യ ഭംഗിയുള്ള ശ്ലോകങ്ങളെ ആണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. വിതുരർ പറയുകയാണ്, മിതം ഭുങ്ക്തേ സംവിഭജ്യാശ്രിതേഭ്യോ മിതം സ്വവിത്യമിതം കർമ്മ കൃത്വാ ദദാത്യമിത്രേഷ്വപി യാചിതസംസ്തമാത്മബന്ധം പ്രദഹത്യനർത്ഥാഃ. ഏത് രാജാവാണോ കുറച്ച് ഭക്ഷണം കഴിക്കുന്നത്, കൂടുതൽ കർമ്മം ചെയ്യുന്നത്, അതുപോലെ ആശ്രിതേഭ്യ സംവിഭജതി എന്ന് വെച്ചാൽ തന്നെ ആശ്രയിക്കുന്നവർക്ക് പങ്കുവെച്ചു കൊടുക്കുകയും, മിതം സ്വപിതി കുറച്ച് മാത്രം ഉറങ്ങുകയും, അമിതമായ കർമ്മം ആദ്യം പറഞ്ഞു, അമിത്രേഷ്വപി ദദാതി ശത്രുക്കൾക്ക് പോലും ദാനം ചെയ്യുകയും, ചോദിച്ചാൽ യാചിക്കുകയാണെങ്കിൽ തന്നോട് ചോദിക്കുകയാണെങ്കിൽ ശത്രുക്കൾക്ക് പോലും കയ്യച്ച് സഹായം ചെയ്യുകയും ചെയ്യുന്ന രാജാവ്, ആത്മവാനായ അവനവൻ്റെ മനസ്സിനെ കീഴടക്കിയിട്ടുള്ള ആ രാജാവ് അനർത്ഥങ്ങളെ അതിജീവിക്കുന്നു. ഇതാണ് പൊതുവെ ഭരണാധികാരികൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല ഒരു ഉപദേശമാണ്. തിരഞ്ഞെടുത്ത ചില ശ്ലോകങ്ങളാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. നോക്കൂ, ഇനി മനോഹരമായ മറ്റൊരു ശ്ലോകം. പുഷ്പം പുഷ്പം വിചിന്വീത മൂലച്ഛേദം ന കാരയേത് മാലാകാരയവ ആരാമേ നയഥാങ്കാരകാരക. മനോഹരമായ ഒരു ദൃഷ്ടാന്തത്തോടു കൂടി പറയുകയാണ്. പുഷ്പം പുഷ്പം വിചിന്വീത. ഒരു പുഷ്പത്തെ സമീപിക്കുമ്പോൾ ആ പുഷ്പത്തിൻ്റെ തേൻ മാത്രം നുകർന്നെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആ പുഷ്പം നമുക്ക് നൽകുന്നതായ ആ ചെടിയെ വേരോടെ പിഴുതെടുക്കാതിരിക്കുക. അതായത് പാല് തരുന്ന പശുവിനെ കൊല്ലാതിരിക്കുക, പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഈ ഭൂമിയെ, ഈ പ്രകൃതിയോടും ഈ ഭൂമിയോടും ഈ പ്രപഞ്ചത്തോടും സമൂഹത്തോടൊക്കെ നമ്മൾ കാണിക്കേണ്ടതായ ഒരു സമീപനമാണ്. മറ്റുള്ളവരോട് നമുക്ക് സഹായം നൽകുന്ന, നമുക്ക് മധുരമായ ഫലങ്ങൾ നൽകുന്ന, സുഖം നൽകുന്ന വസ്തുക്കളെ നമ്മുടെ അമിതമായ ആസക്തി കൊണ്ട് അതിനെ നശിപ്പിച്ച് കളയാതിരിക്കുക എന്നുള്ള സന്ദേശം. എങ്ങനെയായിരിക്കണം? മാലാകാര ഇവ ആരാമേ. ഒരു പൂന്തോട്ടത്തിൽ മാല ഉണ്ടാക്കുന്നവൻ അതിനെ പുഷ്പങ്ങൾ ആ ചെടിക്ക് നോവാതെ പറിച്ചെടുത്ത് മാല കിട്ടും. അങ്കാരകാരക, എല്ലാറ്റിനും തീ വയ്ക്കുന്ന ആളുകളുണ്ട്. തീ വയ്ക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? തീ വെച്ച് നശിപ്പിച്ച് കളയും. അപ്പോൾ അങ്കാരകാരകൻ എന്നതിന് തീ വയ്ക്കുന്ന ആള് എന്നുള്ള അർത്ഥമാണ് ഇവിടെ നമ്മൾ എടുക്കേണ്ടത്. അല്ലെങ്കിൽ അതിനെ ഈ കത്തിച്ച് ഈ തീ വർദ്ധിപ്പിക്കാനുള്ള കൽക്കരി ഉണ്ടാക്കുന്നവനെയും അങ്കാരകാരകൻ എന്ന് പറയാറുണ്ട്. ഏതായാലും അവൻ്റെ ജോലിയല്ല ചെയ്യേണ്ടത്, മാല ഉണ്ടാക്കുന്നവൻ്റെ ജോലിയാണ്. ആ രീതിയിലാണ് കർമ്മം ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. കിന്നുമേ സ്യാദിദം കൃത്വാ കിന്നുമേ സ്യാദകുർവത ഇത് കർമാണി സഞ്ചിന്യ കുര്യാത്വാ പുരുഷോ നവാ. ഒരു കർമ്മം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിത്യേന ഒരു രാജാവ് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് ഞാൻ ഇത് ചെയ്താൽ എന്താണ് നടക്കുക? ഇന്ന് ഞാൻ ഇത് ചെയ്യാതിരുന്നാൽ എന്താണ് നടക്കുക? ഞാനത് ചെയ്താൽ എന്ത് സംഭവിക്കും? ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് രണ്ടും വേണ്ടതുപോലെ ചിന്തിച്ച ശേഷം മാത്രമേ ഒരു രാജാവ് ഒരു കർമ്മം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. രാജാക്കന്മാർക്ക്, ഭരണാധികാരികൾക്ക് കൈക്കൊള്ളേണ്ട ഒരു നല്ലൊരു നയമാണിത്. അതായത് മുൻകൂട്ടി ആലോചിച്ച് മാത്രം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുക. ചെയ്യാതിരിക്കുന്നതും രാജാവിന് പലപ്പോഴും അത് വിവേകപൂർണമായ നടപടിയായിരിക്കും എന്നർത്ഥം. പ്രസാദോ നിഷ്ഫലോ യസ്യ ക്രോധശ്ചാപി നിരർത്ഥക നതം ഭർത്താരമിച്ഛന്തി ഷണ്ടും പതിമിവ സ്ത്രിയ. ഏതൊരു രാജാവിൻ്റെ ക്രോധവും
പ്രസാദവും. എന്നുവെച്ചാൽ ക്രോധം മാറി സ്നേഹത്തോടുകൂടി നല്ല രീതിയിൽ പെരുമാറുന്നതിനെയാണ് പ്രസാദം എന്ന് പറയുന്നത്. ഒരു രാജാവിൻ്റെ ക്രോധം നിഷ്ഫലമായി തീരുക, അതായത് ക്രോധം കൊണ്ട് ഫലമില്ലാതാവുക. വെറുതെ ആളുകളെ ഭീഷണിപ്പെടുത്തി, പക്ഷെ ആരും ഭയപ്പെട്ടില്ല, അപ്പോഴാണ് ആ ക്രോധം നിഷ്ഫലമാകുന്നത്. അതുപോലെ ഒരാളുടെ പ്രസാദം, വളരെ സന്തോഷത്തോടു കൂടി വളരെ സ്നേഹത്തോടു കൂടി പെരുമാറി, വളരെ അനുനയഭാവത്തോടു കൂടി പെരുമാറിയിട്ടും മറ്റേ കക്ഷി എന്തായില്ല, വഴങ്ങുന്നില്ല, എങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസാദവും എന്തായി, നിരർത്ഥകമായി തീർന്നു. അങ്ങനെയുള്ള രാജാവിനെ ജനങ്ങൾ എന്ത് ചെയ്യും, ഇഷ്ടപ്പെടുന്നില്ല. നദം ഭർത്താരമിച്ഛന്തി. ആ രാജ്യത്തിൻ്റെ ഭർത്താവ്, ആ രാജ്യം ഭരിക്കുന്ന ആ രാജാവിനെ, ഷണ്ഡനായ ഭർത്താവിനെ ഒരു സ്ത്രീ സ്വീകരിക്കാത്തത് പോലെ രാജാവിനെ പ്രജകൾ സ്വീകരിക്കുന്നില്ല എന്നാണ്. മനോഹരമായിട്ടുള്ള, അതേസമയത്ത് ഭരണാധികാരികൾക്ക് ഹൃദയത്തിൽ തറഞ്ഞു കയറുന്ന ഒരു ഉപദേശമാണിത്. കാംചിതർത്ഥൻ നരഃ പ്രാജ്ഞോ ലഘുമൂലാൻ മഹാഫലാൻ ക്ഷിപ്രമാരഭതേ കത്തും ന വിഘ്നയന്തി താദൃശാൻ. രാജാവ് എന്ത് ചെയ്യണം, ചില കാര്യങ്ങളെ, നാടിന് ഗുണം ചെയ്യുന്ന കർമ്മങ്ങളെ, അല്ലെ തനിക്ക് ഗുണം ചെയ്യുന്ന കർമ്മങ്ങളെ, ലഘുമൂലാൻ മഹാഫലാൻ, അതിൻ്റെ മൂലം, അതിൻ്റെ ചെറിയ കർമ്മം ചെയ്ത് വലിയ ഫലമുണ്ടാകുന്ന രീതിയിലായിരിക്കണം കർമ്മങ്ങൾ ചെയ്യുന്നത്. അത്തരം കർമ്മങ്ങൾ പെട്ടെന്ന് തന്നെ ആരംഭിക്കുകയും ചെയ്യണം, കാലതാമസം വരുത്തരുത് എന്നുള്ള കാര്യം. ഋതുപശ്യതിയ സർവം ചക്ഷുഷാനുപിബൻ ഇവ ആസീനമപി തൂഷ്ണീകമനുരജ്യന്തി തം പ്രജാഹ. ഋതുപശ്യന്തിയ സർവം, എല്ലാറ്റിനെയും നേരെ വാ നേരെ പോ എന്ന കണ്ണോടുകൂടി നോക്കുക, ഋജുവായിട്ട് നോക്കുക, വക്രദൃഷ്ടി ഒഴിവാക്കുക. ഒന്നിനെയും വളഞ്ഞ മാർഗത്തെ സ്വീകരിക്കാതെ നേരെ ഉള്ള ദൃഷ്ടി, നേരെയുള്ള നോട്ടം, നേരെ ചൊവ്വയുള്ള പെരുമാറ്റം എന്നാണ് ഇവിടെ ദൃഷ്ടി എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചക്ഷുഷ അനുപിബന്നിവ, പക്ഷെ ആ നോട്ടം കൊണ്ട് എല്ലാറ്റിനെയും സ്വീകരിക്കുന്ന, എല്ലാറ്റിനെയും മനസ്സിലാക്കാൻ സാധിക്കുന്ന നോട്ടമായിരിക്കണം ആ രാജാവിൻ്റേത്. അങ്ങനെ നോക്കുകയും ഋജുവായിട്ട് നോക്കുകയും നോക്കിയെടുത്തുനിന്ന് കാണുന്ന കാര്യങ്ങളെ വേണ്ടതുപോലെ മനസ്സിലാക്കുകയും ചെയ്യുന്ന രാജാവ് ഒന്നും ചെയ്യാതെ വെറുതെ ഒന്നും തൂഷ്ണിയായിട്ട് മൗനമായിട്ട് ഇരുന്നാൽ പോലും ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കും. അപ്പോൾ രാജാവ് വളരെ വാചാലമായിട്ട് സംസാരിച്ചത് കൊണ്ട് കാര്യമില്ല, അദ്ദേഹത്തിന് ഒരു നോട്ടം കൊണ്ട് തന്നെ പ്രജകൾ അദ്ദേഹത്തിന് വശംവദരായി തീരും. അങ്ങനെയുള്ള ആന്തരിക ഗുണം രാജാവിനുണ്ടായിരിക്കണം എന്നാണ്. ചക്ഷുഷാ മനസാ വാചാ കർമ്മണാച ചതുർവിധം ചക്ഷുഷാ മനസാ വാചാ കർമ്മണാച ചതുർവിധം പ്രസാദയതി യോ ലോകം തം ലോകോനുപ്രസീദതി. രാജാവ് 4 തരം അവയവങ്ങളെ കൊണ്ടാണ് മറ്റുള്ളവരിൽ പ്രസാദിക്കേണ്ടത്. കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ആരാണോ 4 വിധത്തിൽ മറ്റുള്ളവരോട് പ്രസാദിക്കുന്നത് അവനോട് ലോകവും പ്രസാദിക്കുന്നു. അപ്പോൾ രാജാവിന് നോട്ടം കൃത്യമായിരിക്കണം, ചിന്ത ഋജുവായിരിക്കണം, കൃത്യമായിരിക്കണം, നല്ല ചിന്തയായിരിക്കണം, വാക്കുകൾ നല്ലതായിരിക്കണം, മധുരവാക്കുകളായിരിക്കണം, അനുനയിപ്പിക്കുന്ന വാക്കുകളായിരിക്കണം, കർമ്മവും വളരെ ആരെയും ആനന്ദിപ്പിക്കുന്ന അല്ലെങ്കിൽ ആർക്കും സന്തോഷം നൽകുന്ന കർമ്മമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ 4 കാര്യങ്ങളെ കൊണ്ട് ലോകത്തെ പ്രസാദിപ്പിക്കുകയാണെങ്കിൽ ലോകം അദ്ദേഹത്തെയും പ്രസാദിപ്പിക്കും, അല്ലെങ്കിൽ ലോകം അദ്ദേഹത്തിനും പ്രസാദിക്കും എന്ന് പറയുന്നു. അതും ഒരു നല്ലൊരു രാജനീതിയാണ്. യസ്മാത് ത്രസ്യന്തി ഭൂതാനി മൃഗവ്യാധാൻ മൃഗായിവ സാഗരാന്താമപി മഹീം ലബ്ധാസ പരിഹീയതേ. ഏതൊരു രാജാവിൽ നിന്നാണോ സകല ജീവജാലങ്ങളും ത്രസ്യന്തി ഭയന്നോടുന്നത്, എങ്ങനെ മാനുകൾ വേട്ടക്കാരനെ കാണുമ്പോൾ മാനുകൾ ഓടുന്നത് പോലെ ഏത് രാജാവിനെ കണ്ടിട്ടാണോ പ്രജകൾ പേടിച്ചോടുന്നത്, ആ രാജാവ് അങ്ങ് സാഗരം വരെ, ഹിമാലയം തൊട്ട് തെക്കേ സമുദ്രം വരെയുള്ള സാമ്രാജ്യം മുഴുവൻ തൻ്റെ കൈക്കലായിരുന്നാലും അയാൾ ആ പദവിയിൽ നിന്ന് താഴെ വീഴും, അല്ലെങ്കിൽ ആ രാജ്യം അദ്ദേഹത്തിന് നഷ്ടപ്പെടും. എന്ന് വെച്ചാൽ പ്രജകളുടെ ഹൃദയത്തെ ജയിക്കാൻ സാധിക്കാത്ത രാജാവിന് നിലനിൽപ്പില്ല എന്നർത്ഥം. ഇതാണ് രാജാവ് സ്വീകരിക്കേണ്ടതായ മറ്റൊരു നയം. യേവ യജ്ഞ ക്രിയത്തെ പരരാഷ്ട്ര വിമർദ്ദനെ സയേവ യത്നകർത്തവ്യ സ്വരാഷ്ട്ര പരിപാലനെ. ഏതൊരു രാജാവാണോ അന്യരുടെ രാഷ്ട്രം, അതായത് മറ്റു രാഷ്ട്രങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വലിയ തിടക്കവും വലിയ താല്പര്യവും കാണിക്കുന്നത്, പ്രയത്നം ചെയ്യുന്നത്, അയാൾ ആദ്യം ചെയ്യേണ്ടതെന്നാണ് അതേ ശക്തിയും അതേ ശ്രദ്ധയും അതേ താല്പര്യവും സ്വരാഷ്ട്ര പരിപാലനം, സ്വന്തം രാഷ്ട്രത്തെ പരിപാലിക്കാനും കൂടി കാണിക്കേണ്ടതാണ്. നമുക്ക് നമ്മുടെ ശത്രു രാജ്യമായ അയൽ രാജ്യമായ പാകിസ്ഥാനൊക്കെ എപ്പോഴും ഭാരതത്തെ ആക്രമിക്കാൻ
വളരെ ഒരു ധൃതി കാണിക്കും. അതേസമയത്ത് അവരവരുടെ പ്രജകൾ, അവരവരുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ അവരാരും ശ്രദ്ധിക്കാറില്ല. അവിടെ ആളുകൾ പട്ടിണി കിടന്ന് മരിച്ചാലും എല്ലാ തരത്തിലും ദാരിദ്ര്യം അനുഭവിച്ചാലും പരരാജ്യത്തെ, പരരാഷ്ട്രത്തെ എങ്ങനെ ആക്രമിക്കണം എന്ന് മാത്രം ചിന്തിക്കുന്ന ചില രാജ്യങ്ങളുണ്ട്. അവർക്കുള്ള ഒരു താക്കീതാണിത്. ധർമ്മേണ രാജ്യം വിന്ദേത ധർമ്മേണ പരിപാലയേത് ധർമ്മമൂലാം ശ്രിയം പ്രാപ്യ ന ജഹാതി ന ഹീയതേ. ധർമ്മം കൊണ്ട് രാജ്യം നേടുക, ധർമ്മം കൊണ്ട് രാജ്യത്തെ പരിപാലിക്കുക, ധർമ്മത്തിൽ നിന്നും കിട്ടുന്നതായ ഐശ്വര്യത്തെ പ്രാപിക്കുക. അങ്ങനെയുള്ള ഐശ്വര്യം ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല, അത് നമ്മളെ നശിപ്പിക്കുകയും ചെയ്യില്ല. ഗന്ധേന ഗാവ പശ്യന്തി വേദൈ പശ്യന്തി ബ്രാഹ്മണാഃ ചാരൈ പശ്യന്തി രാജാന ചക്ഷുർഭ്യാമിതരേ ജനാഃ. മനോഹരമായിട്ടുള്ള ഒരു ഉക്തിയാണ് ഇത്. ഏതോ ചില സ്മൃതികളിലും ഞാൻ വായിച്ചിട്ടുണ്ട്. മൃഗങ്ങൾ ഗന്ധം കൊണ്ടാണ് കാണുന്നത്. മൃഗങ്ങൾക്ക് കണ്ണിൻ്റെ കാഴ്ചയേക്കാൾ ഘ്രാണശക്തി, മണത്തറിയാനുള്ള ശക്തിയാണ് മൃഗങ്ങൾക്ക് കൂടുതൽ. അതുകൊണ്ട് അവയ്ക്ക് ഗന്ധത്തെ അറിയാനുള്ള ആ ശക്തിയാണ് അവരുടെ കാഴ്ച, അവരുടെ കണ്ണ് എന്നാണ് പറയുന്നത്. ബ്രാഹ്മണരുടെ കണ്ണ് വേദങ്ങളാണ്. എന്ന് വെച്ചാൽ വേദങ്ങളിലൂടെയാണ് ബ്രാഹ്മണർ എല്ലാം കാണേണ്ടത്. വേദത്തെ മുൻനിർത്തിയാണ് ഒരു കാര്യം ശരി തെറ്റ്, ശരിയായ വഴി ഏതാണ്, തെറ്റായ വഴി ഏതാണ് എന്ന് മനസ്സിലാക്കേണ്ടത് വേദത്തെ പ്രമാണമാക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് ബ്രാഹ്മണർക്ക് വേദങ്ങളാണ് കണ്ണ്. രാജാവിൻ്റെ കണ്ണുകൾ എന്താണ്? ചാരന്മാരാണ് രാജാവിൻ്റെ കണ്ണുകൾ. നേരിട്ട് നോക്കി കാണുന്ന ഋജുവാണെന്ന് ആകണം നോട്ടം എന്ന് നേരത്തെ പറഞ്ഞു. പക്ഷേ അതേസമയത്ത് ചാരന്മാരെ അയച്ച് നാട്ടിലുള്ള രഹസ്യമായി തനിക്കെതിരെയുള്ള രാജ്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളെ കണ്ടെത്താനും ശത്രുക്കളെ കണ്ടെത്താനും സാധിക്കുന്ന ഒരു പ്രവർത്തനം. അതിന് ചാരന്മാരുടെ ചാരക്കണ്ണാണ് രാജാവിന് ഉണ്ടാകേണ്ടത് എന്നാണ്. അതുപോലെ മറ്റു ജനങ്ങൾ സാധാരണ കണ്ണുകൾ കൊണ്ട് കാണും, മാംസ ചക്ഷുസ് കൊണ്ട് തന്നെ അവർ കാണും എന്നാണ്. ഇങ്ങനെ മനോഹരമായിട്ടുള്ള നിരവധി പദ്യങ്ങൾ നമുക്കിതിൽ കാണാം. പർജന്യനാഥ പശവോ രാജാനോ മന്ത്രിബാന്ധവാഹ പതയോ ബാന്ധവാസ്ത്രീണം ബ്രാഹ്മണ വേദബാന്ധവാഹ. ഓരോരുത്തർക്കും ഏതേത് ആശ്രയങ്ങളാണ്. മൃഗങ്ങൾ മഴയെ ആശ്രയിച്ച് കഴിയുന്നവരാണ്. അതായത് മൃഗങ്ങൾക്ക് മഴയാണ് സഹായം ചെയ്യുന്നത് അല്ലെങ്കിൽ ആശ്രയമായിട്ടിരിക്കുന്നത്. രാജാക്കന്മാർ മന്ത്രിയെ ആശ്രയിച്ച് കഴിയുന്നവരാണ്. മന്ത്രിമാരാണ് രാജാവിന് ആശ്രയം അല്ലെങ്കിൽ സഹായം. സ്ത്രീകൾക്ക് സഹായം അല്ലെങ്കിൽ ആശ്രയം ആരാണ്? ഭർത്താക്കന്മാരാണ്. അതുപോലെ ബ്രാഹ്മണർക്ക് വേദങ്ങളാണ് ആശ്രയം അല്ലെങ്കിൽ സഹായം. അതൊരു സാമാന്യമായിട്ടുള്ള ഒരു യുക്തിയാണ്. രാജാവിന് മാത്രമുള്ള കാര്യമല്ല. രാജാവിൻ്റെ കാര്യം പറയുമ്പോൾ മറ്റു ആൾക്കാരെ കുറിച്ചും അവിടെ പ്രതിപാദിക്കുകയാണ്. ന കുലം വൃത്തഹീനസ്യ പ്രമാണമിതി മേ മതി അന്തേഷ്വപി ജാതാനം വൃത്തമേവ വിശിഷ്യത്തെ. ഒരു മനുഷ്യൻ നല്ല കുലത്തിൽ ജനിച്ചു, ഒരു കാര്യവുമില്ല എന്നാണ് വിദുരർ പറയുന്നത്. ഒരാളുടെ നന്മ എന്ന് പറയുന്നത്, ആ മനുഷ്യൻ്റെ മനുഷ്യത്വം, ആ മനുഷ്യൻ്റെ മഹത്വം എന്ന് പറയുന്നത് അവൻ്റെ വൃത്തം, അവൻ്റെ സ്വഭാവം കൊണ്ട്, സദാചാരബോധം കൊണ്ടാണ് തെളിയിക്കപ്പെടേണ്ടത്. അന്തേഷ്വപി ജാതാനം, അന്ത്യകുലത്തിൽ, അതായത് ശൂദ്രകുലത്തിലാണ് അല്ലെങ്കിൽ അതിലും താഴ്ന്ന കുലത്തിൽ ജനിച്ചവനാണെങ്കിൽ പോലും സദാചാരത്തിൽ നിഷ്ഠയുള്ളവനാണെങ്കിൽ അവനാണ് ഈ സത്കുലത്തിൽ ജനിച്ചിട്ട് സദാചാരമില്ലാത്തവനേക്കാൾ എത്രയോ ശ്രേഷ്ഠനായ വ്യക്തി. ഈർഷു പരവിത്തേഷു രൂപേ വീര്യേ കുല അന്വയേ സുഖസൗഭാഗ്യ സത്കാരേ തസ്യ വ്യാധിരനന്തക. ഏതൊരു വ്യക്തിയാണോ അന്യൻ്റെ ധനം, സൗന്ദര്യം, ശൗര്യം, കുലം, വംശം, സുഖം, സൗഭാഗ്യം മുതലായ കാര്യങ്ങൾ എന്നും ഈർഷയോടുകൂടി, അസൂയയോടുകൂടി നോക്കിക്കാണുന്നത്, അവന് സംഭവിച്ചിരിക്കുന്നത് ഒരു മാറാവ്യാധിയാണ്. അതൊരു മാറാ രോഗമാണ്. അവനെ അത് കാർന്നു തിന്നും എന്നാണ് ഇവിടെ പറയുന്നത്. ഗതിരാത്മവതാം സന്ത ഏവ സതാം ഗതി അസതാം ച ഗതി സന്തോ നത്വസന്ത സതാം ഗതി. ആത്മജ്ഞാനികളായ ആളുകൾക്ക് അല്ലെങ്കിൽ സദാചാരനിഷ്ഠന്മാരായിട്ടുള്ള ആളുകൾക്ക് സജ്ജനങ്ങളാണ് എപ്പോഴും ആശ്രയമായി സഹായം ചെയ്യുന്നത്. അതുപോലെ സജ്ജനങ്ങൾ മറ്റൊരു സജ്ജനത്തിന് സഹായം ചെയ്യും. സജ്ജനങ്ങൾ അസത്തുക്കൾക്ക്, ദുഷ്ടന്മാരായ ആളുകൾക്കും സഹായം ചെയ്യും. പക്ഷേ ദുഷ്ടന്മാർ സജ്ജനങ്ങൾക്ക് സഹായം ചെയ്യുകയില്ല, തിരിച്ചു കിട്ടുകയില്ല എന്നർത്ഥം. ജിതാസഭ വസ്ത്രവതാമിഷ്ടാശ ഗോമതാ ജിതാം അധ്വാജിതോ യാനവതാ സർവം ശീലവതാ ജിതം. എഴുതി വെക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാവർക്കും അനുഷ്ഠിക്കേണ്ട കാര്യമാണ്. ജിതാസഭ വസ്ത്രവത. ഒരു സഭയെ, ഒരു സദസ്സിനെ ജയിക്കാൻ എന്താണ്? നല്ല വസ്ത്രം അണിഞ്ഞ് സഭയിൽ പോവുക.
ആളുകൾ കൂടുന്ന ഇടങ്ങളിൽ നല്ല വൃത്തിയുള്ള വെടിപ്പുള്ള വസ്ത്രം ധരിച്ച് മാന്യമായ വസ്ത്രം ധരിച്ച് പോകുന്ന ആളിനെയാണ് ആളുകൾ ശ്രദ്ധിക്കുക, അനുസരിക്കുക. അയാളിലാണ് എല്ലാവരുടെയും ശ്രദ്ധ പതിയുക. അതുപോലെ ആ സഭയെ ജയിക്കാൻ അയാൾക്ക് സാധിക്കും എന്നർത്ഥം. അതുപോലെ നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ മൃഷ്ടാന്ന ഭോജനം ആർക്കാണ് ലഭിക്കുക? മൃഷ്ടാന്ന ഭോജനത്തെ ആർക്കാണ് ജയിക്കാൻ സാധിക്കുക? പശു ഉള്ളവന് എന്നാണ്. അതായത് പശുവിൽ നിന്ന് പാല്, തൈര്, മോര്, വെണ്ണ, നെയ്യ് മുതലായ ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭ്യമാണെങ്കിൽ എന്നും സമൃദ്ധമായ നല്ല ഭക്ഷണം കഴിക്കാം. കാരണം ഈ ഗോരസങ്ങൾ ചേർക്കാത്ത ഭക്ഷണം ഒന്നും തന്നെ ഗുണമുള്ളതല്ല എന്നർത്ഥം. അധ്വാജിതോ യാനവത, യാത്രയെ ജയിക്കുന്നവർ അല്ലെങ്കിൽ വഴിയെ ജയിക്കുന്നവർ ആരാണ്? സ്വന്തമായി വാഹനമുള്ളവൻ യാത്രയെ ജയിച്ചു. അതുപോലെ എല്ലാം ജയിക്കുന്നവൻ ആരാണ്? സർവം ശീലവതാജിതം, നല്ല ശീലം, സൗശീല്യാദി ഗുണങ്ങൾ, സദാചാരനിഷ്ഠനായ ഒരാൾ ഇവയെല്ലാം അതായത് അയാൾ സഭയെ ജയിക്കുന്നു, അയാൾക്ക് നല്ല ഭക്ഷണം കിട്ടുന്നു. നല്ല ശീലമുള്ളവന് ആളുകൾ വിളിച്ചു കൊണ്ടുപോയി സദ്യ കൊടുക്കും. അതുപോലെ നല്ല ശീലമുള്ളവനെ ആളുകൾ മറ്റുള്ളവർ അവരുടെ വാഹനത്തിൽ കയറ്റി കൃത്യമായ സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ശീലം എന്ന ഗുണം, ഇഫ് ക്യാരക്ടർ ഈസ് ലോസ്റ്റ് എവറിത്തിങ് ഈസ് ലോസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് അല്ലേ? ഇഫ് ഹെൽത്ത് ഈസ് ലോസ്റ്റ് സംതിങ് ഈസ് ലോസ്റ്റ്, ഇഫ് വെൽത്ത് ഈസ് ലോസ്റ്റ് സംതിങ് ഈസ് ലോസ്റ്റ്, ഇഫ് ക്യാരക്ടർ ഈസ് ലോസ്റ്റ് എവറിത്തിങ് ഈസ് ലോസ്റ്റ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ശീലവാനാണെങ്കിൽ എല്ലാം നേടാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ആഢ്യാനാം മാംസപരമം മധ്യാനാം ഗോരസോത്തരം തൈലോത്തരം ദരിദ്രാണം ഭോജനം ഭരതഋഷഭ. ഇതൊരു അന്നത്തെ കാലത്തെ ഒരു പ്രമാണം മാത്രമാണ്, എങ്കിലും കൗതുകമുള്ളതാണ്. എന്താണ്? ആഢ്യന്മാർക്ക്, ധനാഢ്യന്മാരായ ആളുകൾക്ക് മാംസഭക്ഷണമാണ് പ്രധാനം. മധ്യമന്മാർ ഇടത്തരം ആളുകൾക്ക് എന്താണ്? ഗോരസോത്തരം, പശുവിൻ്റെ പാല്, തൈര്, മോര് മുതലായ കാര്യങ്ങൾ ചേർത്ത ഭക്ഷണമാണ് അവർക്ക് പ്രധാനമായിട്ട് ഉണ്ടാവുക. അതിന് കൂടുതൽ ചെലവില്ല, എന്നാൽ ചെലവ് കുറവുമല്ല. തൈലോത്തരം, ദരിദ്രന്മാർക്ക് എണ്ണ കലർന്ന ഭക്ഷണമാണ് നല്ലത് എന്നാണ് അവർക്ക് ഇഷ്ടമെന്നാണ്. കാരണം പണ്ട് കാലത്ത് എണ്ണ കുറച്ച് സൗജന്യം അല്ലെങ്കിൽ വില കുറഞ്ഞ് കിട്ടുമായിരുന്നിരിക്കാം, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ തൈലത്തിൽ, എണ്ണയിൽ എന്തുണ്ട്? കൂടുതൽ പോഷകമൂല്യമുണ്ട്, കൊഴുപ്പുണ്ട്. അപ്പോൾ ഭക്ഷണത്തിൽ അതിൻ്റെ മറ്റ് സാമഗ്രികൾ കുറഞ്ഞു പോയാലും എണ്ണ ധാരാളം ചേർത്താൽ ശരീരത്തിന് പുഷ്ടി ഉണ്ടാകും. അതുകൊണ്ട് ദരിദ്രന്മാർ എണ്ണ ധാരാളമായിട്ട് ഉപയോഗിക്കും എന്നാണ്. സമ്പന്നതരമേ വന്നം ദരിദ്ര ഭുഞ്ജത്തെ സദാ ക്ഷുത് സ്വാദുതാം ജനയതി സാ ചാഢ്യേഷു സുദുർലഭ. എക്കാലത്തും പ്രമാണമാക്കേണ്ട ഒരു കാര്യമാണിത്. അതായത് ദരിദ്രന്മാർക്ക് ഏത് ഭക്ഷണവും സ്വാദിഷ്ടമായിട്ട് തോന്നും. എപ്പോഴും വേണമെങ്കിൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കും. എന്നും സ്വാദുള്ള ഭക്ഷണം കഴിക്കുന്നവരാരാണ്? ദരിദ്രന്മാരാണ്. കാരണം എന്താണ്? അവർ അതിൻ്റെ രുചി നോക്കാതെ, വിശപ്പാണ് അവരുടെ രുചിക്ക് കാരണമായി തീരുന്നത്. നല്ല വിശപ്പുണ്ടാകും, അപ്പോൾ ഏത് ഭക്ഷണവും നല്ല രുചിയുള്ളതായിട്ട് അവർക്ക് തോന്നും. അപ്പോൾ രുചി എന്ന് പറയുന്നത്, സ്വാദ് എന്ന് പറയുന്നത് മനസ്സിൻ്റെ തോന്നൽ കൂടിയാണ് എന്ന് നമ്മൾ അറിയണം. അതേ സമയത്ത് ധനാഢ്യന്മാർക്ക് എന്ത് സംഭവിക്കുന്നു? അവർക്ക് വിശപ്പ് കുറവായിരിക്കും. അപ്പോൾ അവർക്ക് ഒരു ഭക്ഷണവും സ്വാദിഷ്ടമായി തോന്നുകയില്ല. ഇപ്പോൾ സമ്പത്ത് ഉണ്ടായിട്ട് കാര്യമില്ല, ഭക്ഷണത്തെ അറിഞ്ഞ് ആസ്വദിക്കണമെങ്കിൽ ദാരിദ്ര്യം അനുഭവിക്കണം. വിശന്നിരിക്കുന്നവന് മാത്രമേ ഭക്ഷണത്തിൻ്റെ സ്വാദ് അറിയാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. എല്ലാം രാജാക്കന്മാർക്കും യോജിക്കുന്നതാണ്, നമുക്കും യോജിക്കുന്നതാണ്. ഇങ്ങനെ നിരവധി മധുരമധുരങ്ങളായിട്ടുള്ള മൊഴിമുത്തുകൾ, അമൃതബിന്ദുക്കൾ ആണ് വിതുരരുടെ ആ മുഖത്തു നിന്നും പുറത്തേക്ക് വരുന്നത്. നമുക്ക് ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതായ ശ്രേഷ്ഠമായ മൂല്യങ്ങൾ ഇവയിൽ നമുക്ക് കാണാം.